ഹലോ ഗൈസ്, ഇന്ന് എങ്ങനെ കടലക്കറി ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് കേട്ടോ, 2 ഉരുളക്കിഴങ്ങാണത്. ഇത് വേണമെങ്കിൽ നമുക്ക് പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ തവി കൊണ്ട് തന്നെ നമുക്ക് ഉടയ്ക്കാം കേട്ടോ. അതിന് വേണ്ട ചേരുവകളാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ, അതുപോലെ തന്നെ തക്കാളി 2 കേട്ടോ, ചെറുതായി അരിഞ്ഞതാണ്, ഒരു വലിയുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, ഒരു മുളക്, ഒരു പീസ് ഇഞ്ചി കേട്ടോ, വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ് കേട്ടോ. ഇതിന് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടോ നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി നമുക്ക് അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് വതങ്ങി വന്നതിന് ശേഷം നമുക്ക് ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലോട്ട് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി നല്ലപോലെ ബ്രൗൺ കളറായിട്ട് അതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ ഒരു പൊട്ടാണ് കടല വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. മുളക് പൊടി ഇത്രയും മതി കേട്ടോ, നമുക്ക് കാരം അധികം വേണ്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിലോട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ പേസ്റ്റ് പോലെ ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം കേട്ടോ. പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് ഈ ഉരുളക്കിഴങ്ങ് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കടല ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ. കടല വേവിച്ച് വെച്ചത് കടലയാണ് കേട്ടോ, ഇതിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു മൂടിയുടെ പാതിയാണ് കേട്ടോ ഞാൻ തേങ്ങ എടുത്തിരിക്കുന്നത്. ഈ ഒരു ബൗളിൽ ഇതാ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ കടലക്കറി ഓക്കെ ആയി കേട്ടോ. ഇത് ദോശയ്ക്കാണെങ്കിലും നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലതുപോലെ തിളച്ചു കേട്ടോ, ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ഇറക്കിയതിന് ശേഷം മല്ലിത്തഴിയോ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല മണം കിട്ടും കേട്ടോ. ദോശ കടലക്കറിയാണ് കേട്ടോ.